നമസ്കാരം. ദില്ലിയിൽ വായു മലിനീകരണം വീണ്ടും അതീവ ഗുരുതരാവസ്ഥയിലേക്ക്. തിങ്കളാഴ്ച രാവിലെ രേഖപ്പെടുത്തിയ വായു നിലവാര സൂചിക 400-ന് മുകളിലേക്ക് എത്തി. പലയിടത്തും AQI 450-ന് മുകളിലാണ്. ഇതോടൊപ്പം ശക്തമായ മൂടൽമഞ്ഞും അനുഭവപ്പെട്ടതോടെ ദില്ലിയിലും പരിസര പ്രദേശങ്ങളിലും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. വായു നിലവാരം ശരാശരി AQI 403 ആയി ഉയർന്നപ്പോൾ ആനന്ദ് വിഹാറിൽ ഇത് 459 വരെ എത്തി. ITO 400, ചാന്ദിനി ചൗക്ക് 423 എന്നിവിടങ്ങളിലും വായു നിലവാരം അപകടകരമായ നിലയിലേക്കാണ് ഉയർന്നത്. അതിശക്തമായ മൂടൽമഞ്ഞ് മൂലം കാഴ്ചപരിധി 0-ന് താഴ്ന്നു. ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിമാന സർവീസുകൾ റദ്ദാക്കി. 120-ലധികം വിമാന സർവീസുകളാണ് റദ്ദാക്കിയത്. നിരവധി വിമാനങ്ങൾ വൈകി. ഉത്തരേന്ത്യയിലെ 5 സംസ്ഥാനങ്ങളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചത്. കടുത്ത തണുപ്പും മലിനീകരണവും പരിഗണിച്ച് നോയിഡയിലെ സ്കൂളുകൾക്ക് ജനുവരി 1 വരെ അവധി പ്രഖ്യാപിച്ചു. വായു നിലവാരം 400 കടന്ന് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർക്കും കുട്ടികൾക്കും മുതിർന്ന പൗരന്മാർക്കും കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. തിങ്കളാഴ്ച രാവിലെ ഡൽഹിയിലും ദേശീയ തലസ്ഥാന മേഖലയിലും കറുത്ത മൂടൽമഞ്ഞ് ദൃശ്യപരത കുറയ്ക്കുകയും റോഡ് അപകട സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. രാത്രിയിൽ മഞ്ഞു മൂടിയതിനാൽ തണുപ്പ് വർദ്ധിച്ചു. കറുത്ത മൂടൽമഞ്ഞിന് കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ടാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. തലസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ഡൽഹി NCRലും വായുവിന്റെ ഗുണനിലവാരം വളരെ മോശം വിഭാഗത്തിലാണ് തുടരുന്നത്. ഇന്നും നാളെയും പഞ്ചാബ്, ഹരിയാന, ചണ്ഡീഗഡ്, ഡൽഹി, വടക്കൻ രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലെ തണുത്ത കാറ്റിനൊപ്പം വടക്കൻ മധ്യ കിഴക്കൻ ഇന്ത്യയുടെ ചില ഭാഗങ്ങളിൽ ഇടതൂർന്ന മൂടൽമഞ്ഞ് നിലനിൽക്കുമെന്ന് IMD മുന്നറിയിപ്പ് നൽകി. കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കനുസരിച്ച് പടിഞ്ഞാറൻ അസ്വസ്ഥതകൾ സജീവമാകുമെന്നതിനാൽ ഡിസംബർ 31-ന് വൈകുന്നേരം തലസ്ഥാന നഗരം ഭാഗികമായി മേഘാവൃതമായി തുടരാം. ജനുവരി 1-ന് ഡൽഹി NCRന്റെ ചില ഭാഗങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. പുതുവത്സരത്തിന് മുമ്പ് ഡൽഹി NCRൽ കടുത്ത തണുപ്പിനും മൂടൽമഞ്ഞിനും സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ന് രാവിലെ ഡൽഹിയിലെ പല പ്രദേശങ്ങളിലും മിതമായതോ ഇടതൂർന്നതോ ആയ മൂടൽമഞ്ഞ് അനുഭവപ്പെട്ടു. പരമാവധി താപനില 25-നും 28 ഡിഗ്രി സെൽഷ്യസിനും കുറഞ്ഞ താപനില 7 ഡിഗ്രി സെൽഷ്യസിനോ അതിൽ താഴെയോ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മൂടൽമഞ്ഞിന് കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ടാണ് നൽകിയിട്ടുള്ളത്. പഞ്ചാബ്, ഹരിയാന, ചണ്ഡീഗഡ്, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ ഡിസംബർ 31 വരെയും ഹിമാചൽ പ്രദേശിൽ ഡിസംബർ 30 വരെയും രാത്രിയിലും പുലർച്ചെയിലും ഇടതൂർന്ന മൂടൽമഞ്ഞിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഡിസംബർ 30 വരെ ജമ്മു ഡിവിഷനിലും ഉപഹിമാലയൻ പശ്ചിമ ബംഗാളിൽ ഡിസംബർ 31 വരെയും മൂടൽമഞ്ഞുണ്ടാകുവാൻ സാധ്യതയുണ്ട്. അസം, മേഘാലയ, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, ഒഡീഷ എന്നിവിടങ്ങളിലും ജനുവരി 1 വരെ മൂടൽമഞ്ഞ് അനുഭവപ്പെടും. IMDയുടെ കണക്കനുസരിച്ച് ഡിസംബർ 28-നും 30-നും ഇടയിൽ പഞ്ചാബ്, ഹരിയാന, ചണ്ഡീഗഡ്, ഡൽഹി, വടക്കൻ രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശീതതരംഗം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചൊവ്വാഴ്ച മുതൽ പടിഞ്ഞാറൻ ഹിമാലയൻ മേഖലയിൽ പടിഞ്ഞാറൻ അസ്വസ്ഥത ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ജമ്മു കാശ്മീർ, ലഡാക്ക്, സമീപ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ നേരിയതോ മിതമായതോ ആയ മഴ അല്ലെങ്കിൽ മഞ്ഞുവീഴ്ചയും പ്രതീക്ഷിക്കുന്നുണ്ട്.